ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എന്തായി എല്ലാവർക്കും സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ പൊരക്ക് പോകുന്നത്. അപ്പോൾ നാളെ ബ്രദർ ഗൾഫിൽ നിന്ന് വരുന്നത്. അങ്ങനെ പോരൊന്ന് വിളിച്ചോണ്ടുണ്ട്, വരുന്നില്ലേ എന്നിട്ട് എല്ലാവരും വന്നിനിപ്പം. ഈ ബ്രദർ വരുമ്പോൾ പൊരക്ക് പോകുന്നൊരു പാങ്ങ് വേറെ തന്നെയല്ലേ. അങ്ങനെ ഞാനും എൻ്റെ മോളും പോയിക്കൊണ്ടുള്ളത്. നമ്മൾ പെണ്ണെന്താന്തോ ഇന്ന് നടന്നുകൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ബാങ്കിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ബാങ്കിലേക്ക് പോകുമ്പോൾ കീഴൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതാ ബാങ്കിലേക്ക് നടന്നു പോയിക്കോണുള്ള. അങ്ങനെ ബാങ്കിലേക്ക് എത്തി ഗേയ്സ്. അതെന്താ വെച്ചെങ്കിൽ എൻ്റെ പൈസ മൈനസ് ആയിന്. അത് എങ്ങനെ മൈനസ് ആയിനെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് ബാങ്കിലേക്ക്. അപ്പോൾ ബാങ്കിലേക്ക് പോയിട്ട് പെണ്ണ് കളിച്ചോണ്ടുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായി ബാങ്കിൽ. അങ്ങനെ കുറച്ച് വെയിറ്റ് ആക്കിയിട്ട് എന്തെന്നെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് മോൾ അതിൻ്റെ അടുക്കുന്ന ബാഗെല്ലാം കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവെക്കുന്ന പൊന്തിക്കാനും കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ബച്ചി അങ്ങനെ അവളെ തട്ടി. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കേട്ടിട്ട് നേരെ കീനി പുറത്തേക്ക്. അങ്ങനെ അതിൽ മൊബൈൽ ഷോപ്പിലേക്ക് പോകാനുണ്ടായി റീചാർജ് ആക്കാൻ. അപ്പോൾ എൻ്റെ മാപ്പൻ്റെ ഫോൺ എന്നിട്ട് ഓൾ മുണ്ടിക്കൊണ്ടുണ്ട് ഓളെ പപ്പാനോട്. ഫോൺ തരുന്നേ ഇല്ല, ഫോണും കൊണ്ട് പാനോണ്ടുള്ളത്. അങ്ങനെ ഞാൻ റീചാർജ് എല്ലാം ആക്കിയിട്ട് അപ്പോൾ ആകുമ്പോൾ ഓള് മൊബൈൽ ഷോപ്പിൻ്റെ ഓൻ്റെയൊക്കെ കളിച്ചോണ്ടെല്ലാം ഉണ്ട്. അതിൻ്റെ അടുക്ക് ഇങ്ങനത്തെല്ലാം ഓരോരോ കളി. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് കയറാൻ പോയി. അപ്പോൾ ബസ് കയറാൻ കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ ഒരു ബേക്കറി കണ്ടിട്ട് അവിടുന്ന് എന്തോ വേണമെന്ന് വേണ്ടിയിട്ട് കുക്കിയിട്ട് അങ്ങനെ എനിക്ക് ലൈസ്മെൻറ്റ് കൊടുത്ത്. അങ്ങനെ നേരെ ബസ് കയറി. മാത്രം ബസ് ഭയങ്കര റഷുപ്പാ. മാത്രം ഒരു പെണ്ണ് പാപ്പണിച്ചിട്ട് ബിയൊക്കെ ഇടാനുള്ളത് കൊണ്ട് ബിയോ സീറ്റ് തന്നു. എന്തോ ഒരു റഷ് ഉണ്ടായത്. സ്കൂൾ വിടുന്ന ടൈമായിന് ഞാൻ പോകുമ്പോൾ. അങ്ങനെ കുറേ സ്കൂളത്തെ പുള്ളറും അങ്ങനെ ഒരു പെണ്ണ് കിടായിനോട് കളിച്ചോണ്ടുള്ളത്. അവളെ മുടി തൊട്ടിയിട്ട് അവളോട് വിഷയം പറഞ്ഞുകൊണ്ടുള്ളത്. അങ്ങനെ എൻ്റെ ഉപ്പ വെയിറ്റ് ആക്കിക്കൊണ്ട് പപ്പിൽ. അപ്പോൾ ഇതാണ് ഗേയ്സ് എൻ്റെ ഉപ്പ. അങ്ങനെ പെണ്ണമ്മ ഫസ്റ്റ് കണ്ടിട്ടാകുമ്പോൾ ഉപ്പ പലയിടത്ത് പോയേ ഇല്ല. ഞാൻ കുറേ ചെല്ലി ഭയ്യാമ്പൊക്കെ പെണ്ണ് ഫ്രണ്ടിലിരുന്ന്. അങ്ങനെ ഉപ്പന്നെ എപ്പോഴും ഞാൻ ആടുന്ന് കോളാക്കും ബസ് കയറി നേരിട്ട്. അപ്പോൾ ഉപ്പ എടുക്കെത്തിന്ന് വിളിച്ചിട്ട് കേട്ടോണ്ടിരിക്കും. അങ്ങനെ എത്താനായിന്ന് അറിയുമ്പോൾക്ക് ഉപ്പ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വെയിറ്റ് ആക്കും. അങ്ങനെ ഞാൻ ഉപ്പാൻ്റെ ഒക്കെ പോയിക്കൊണ്ടുള്ളത്. അങ്ങനെ ഉപ്പ പോകുമ്പോൾ നല്ല വിഷയം പറഞ്ഞുകൊണ്ടുള്ളത്. അങ്ങനെ പൊരക്ക് എത്താനായിക്കൊണ്ട് വന്ന് കേസ്. അങ്ങനെ പൊരക്കെത്തി. ഇതാണ് ഞങ്ങളെ പുര. പൊരക്ക് കയറിയപ്പം എൻ്റെ ഏട്ടത്തിൻ്റെ മോള് ചോറ് വെയിച്ചോണ്ടുണ്ട്. അങ്ങനെ എൻ്റെ ആങ്ങളുടെ മോന് നല്ല വർക്ക് മാഷാ അല്ലാ. ചെക്കന് ഇപ്പോൾ ഉറങ്ങിയത്ര ഇല്ല, മെല്ലെ എണിപ്പിക്കട്ടെ. അപ്പോൾ പറഞ്ഞ് എണിപ്പിക്കണ്ടെന്നിട്ട്. അങ്ങനെ രാത്രിത്തെ പരിപാടി. അങ്ങനെ എൻ്റെ ഏട്ടത്തി ജസ്റ്റ് പാട്ടെല്ലാം പാടിക്കൊണ്ടുള്ള ഫോൺ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങളെ കലാപരിപാടിയും തുടങ്ങി കേസ്. അങ്ങനെ ഞങ്ങളെ കുറച്ച് പാട്ട് പാടി. പിന്നെ കുറച്ച് എല്ലാവരും നല്ലോണം ചർച്ചയിലുള്ളത്. അപ്പോൾ ആകുമ്പോൾ എൻ്റെ അനിയത്തി നാളെ എൻ്റെ ബ്രദറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബൊക്കാക്കിക്കോണ്ടുള്ള. അപ്പോൾ അതിൻ്റെ ചർച്ചയിലുള്ളത് ഏത് പൂ വെക്കണോ എന്താക്കണോ. അപ്പോൾ എൻ്റെ മോന് വന്ന് ഓൻ്റെ ഇതന്നെ ചെരുപ്പ് രണ്ടെടുത്തിട്ട് കയ്യിൽ ഇതാക്കുന്നത്. അങ്ങനെ ഇങ്ങനെ പിടിക്കോ അങ്ങനെ പിടിക്കോ എന്നെല്ലാം ആയിക്കൊണ്ടുള്ള. അങ്ങനെ കുറച്ച് പേര് ഫോണ് കുത്തി നോക്കിക്കൊണ്ടുണ്ട് കേസ്. അപ്പോൾ എൻ്റെ അങ്ങോട്ട് മോൻ്റെ പണിയുണ്ടാ. ഓന് ചൊടിച്ചെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത്. ഓൻ്റെ ഒരു കടുത്ത് അങ്ങനത്തെ ചൊടിച്ചെങ്കിൽ ഓനിങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ മോളും കൂടിന് ഒക്കത്തെ കളിക്കാൻ. അങ്ങനെ എല്ലാ പിള്ളേരും കളിച്ചോണ്ടുണ്ട്. ഓരോരുക്കൊക്കത്തെ കളിക്കുന്നു, ഓരോരുക്കൊക്കത്തെ തല്ലാക്കുന്നു, അങ്ങനത്തെ എല്ലാം ഉണ്ട് ഓരയിൽ. എൻ്റെ മോള് കുര്യനെന്നെ എടുത്തിട്ട് തലക്കിട്ടു. ചെക്കൻ്റെ പണിയുണ്ട ചെരുപ്പിൽ കൊട്ടിക്കൊണ്ടുണ്ട്. അപ്പോൾ ആകുമ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ മോള് ചെല്ലി ഞങ്ങൾക്ക് പൈച്ചിട്ട് കഴിയുന്നില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും മേങ്ങിത്താന്നിട്ട് ഓളെന്നെ പീടെ കൊണ്ടുപോയി. അങ്ങനെ ഓൾക്ക് ലൈസ് ചക്കിളിയെല്ലാം വാങ്ങിയിട്ട് കൊടുത്ത്. അപ്പോൾ പീടിയുടെ എൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കൊണ്ട് ഞങ്ങൾ പുരക്ക് പോയിട്ട് വേവിച്ചിട്ട് ഇടുന്നു ഗേയ്സ്. അപ്പോൾ ബ്രദർ വരുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരാം.